ആണോ? നമുക്ക് നമ്മുടെ പഴയ വേഷം മതിയായിരുന്നു. എവിടുന്ന് കിട്ടിയടേ ഇത്? ഇത് ഇട്ടിട്ട് ദേഹം ആകെ ചൊറിയുന്നു. അത് ശീലമില്ലാത്തോണ്ടാ. ഇത് കണ്ട് പറിച്ച് മാറ്റിക്കളാ. ഇനിതാ ഇന്ത്യ കിങ്സ് വലിച്ചാ മതി. പിന്നെ ഞാൻ പറഞ്ഞേക്ക് ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയുണ്ടടാ കൊച്ചനെ. വലിയ മുതൽ മുടക്കില്ലാതെ എന്റെ മോളൊരു വലിയ വീട്ടിലേക്ക് പോകുന്നോണ്ടാ ഞാൻ ഈ വൃത്തികേടിലൊക്കെ കൂട്ടു നിൽക്കുന്നത്. അല്ലാതെ പരമാനന്ദൻ നായരെ ആരും വേഷം കെട്ടിക്കാൻ നോക്കണ്ട. അത് പിന്നെ എനിക്ക് അറിയത്തില്ല ചേട്ടാ. എനക്ക് എന്തോ അറിയാം അവിടെ. അല്ല പലതും അറിയാം. എന്റെ കൂടെ ഈ കല്യാണത്തിന് ശേഷം ഈ കള്ളത്തരം പൊളിഞ്ഞ് അതിന്റെ പേരിൽ അവിടെ സ്റ്റൗ എങ്ങാനും പൊട്ടി തെറിച്ചേടാം. ഞാൻ ആള് മക തൊട്ടിയാണെന്ന് അറിയാവില്ല. മുഖത്ത് എഴുതി വെച്ചിരിക്കുന്ന എന്തിനാ വിളിച്ചു പറയുന്നത്? നീ എന്തോടാ പറഞ്ഞേ? അല്ല, സത്യത്തിന്റെ മുഖം വെളിച്ചമാണെന്ന് ഞാൻ പറയായിരുന്നു ചേട്ടത്തിയുടെ അച്ഛാ. നീ ആള് കൊള്ളാമല്ലോ. താങ്ക് യു. എനിക്ക് പേടിയാവുന്നു. വല്ല കുഴപ്പമാവോ? എന്തോന്ന് കുഴപ്പം? ഇതിലും വലിയ കള്ളം പറഞ്ഞാ നിന്റെ അച്ഛൻ എന്നെ കിട്ടിയത്. ഇതൊക്കെ സാധാരണ നടക്കുന്നതാ. കാണുന്നില്ലല്ലോടെ. ഇനി ആ വക്കീല് വളച്ച് വേറെ വല്ല പെണ്ണിനെ കാണിച്ചോ? വേറെ കാണിക്കാനാണെങ്കിൽ ഈ പാടുപെടണോ ഭാവിയിലെ ചേട്ടത്തിയുടെ അച്ഛാ? വരണുണ്ട്. ഞാൻ ഹോട്ടലിൽ ഒരു കൂട്ടുകാരൻ എടുത്തിട്ട് മുങ്ങിയതാ. ഞാനിവിടെയുള്ള കാര്യം മിണ്ടേക്കരുതേ. 10 പെറ്റവളോടാണോടെ കടിഞ്ഞു പേറിന്റെ കാര്യം പറയുന്നത്? ഞാൻ ഏറ്റെന്ന്. എന്നാ സുഖപ്രസവം ആശംസിക്കുന്നു. കൊളവാക്കല്ലേ? കൊള്ളാലോ. വക്കീല് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അല്ലേലും യഥാർത്ഥത്തിലുള്ള ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. പറഞ്ഞാ മുതലാളി നടുങ്ങും. നമസ്കാരം. നമസ്കാരം. വരണം. കാത്തിരുന്ന് ചന്തയും ചായ തണുത്തു. എനിക്ക് ഉച്ചക്കത്തെ പ്ലെയിനിൽ കൽക്കട്ടയ്ക്ക് പോകാനുള്ളത്. അതെന്തിനാ? ജെട്ടിക്ക് അല്ല, ജൗളിക്ക് ഓർഡർ കൊടുക്കാനുള്ളതാ. കടന്നൂര്. അങ്ങനുണ്ട്. കുഴപ്പമില്ല. ഏത് സിനിമയുടെ ഷൂട്ടിംഗാ? കാണാൻ പോകുന്ന പൂരം. ആരൊക്കെയാ അഭിനയിക്കുന്ന? ഒരു തന്തയും 2 മക്കളും. സംവിധാനം ഇരട്ടകളാ. സാരഥി, വക്കീൽ, സിദ്ദിഖ്ലാൽ. അതവരുടെ ചേട്ടന്മാരാ. പരമാനന്ദൻ നായർക്ക് കൽക്കട്ടെ പോണ്ടതല്ലേ? സമയം കളയണ്ട. കുട്ടിയെ വിളിച്ചോളൂ. വിശാലാക്ഷിയെ അവളെ ഇങ്ങോട്ട് അയക്കേ. മടിച്ചിൽക്കഥ ആലോചിച്ചിരിക്കഥ. കടന്നൂര് വേഗം തീരായി. ഇയാൾക്ക് എന്താ വട്ടുണ്ടാ? ഞാൻ പറഞ്ഞില്ല മുതലാളി, പരമാനന്ദൻ ചേട്ടൻ ആളൊരു എന്താണ് ഒരു രഹസ്യ വർത്തമാനം? അല്ല, ചേട്ടൻ ഇങ്ങനെ ഒരുമാതിരി ഫുട്പാത്ത് കച്ചവടക്കാര് വിളിക്കും പോലെ മോളെ വിളിച്ചതുകൊണ്ടാ. അതെ, അവള് വലിയ നാണക്കാരിയാ. ആദ്യമായിട്ട് ഒരു ചെറുക്കന്റെ മുമ്പിലേക്ക് ഇറങ്ങി വരുമല്ലയോ, ശങ്ക കാണും. അതിനൊരു ധൈര്യം കൊടുത്തതാ. ഞാൻ മറിച്ചു വല്ലതും തോന്നിയോ? എനിക്കൊന്നും തോന്നിയില്ല. മുതലാളിക്ക് വല്ലതും തോന്നിയോ? നിനക്ക് തോന്നിയ? അതെ, വന്നല്ലോ. കാണു. ഇനി കണ്ടില്ല എന്ന് പറയുന്നത്. മോളെ, ചായ സ്ട്രാങ് തന്നെയാണല്ലോ. ഇതിൽ മായയില്ല, മന്ത്രമില്ല, മായാജാലമില്ല. അതിന് കൊടുത്ത മോളെ. മോളകത്ത് വയ്ക്കോ. ഭയങ്കര നാണക്കാരിയാ. എന്റെ വൈഫ് ആണെങ്കിൽ ഓക്കെ. എനിക്കിഷ്ടപ്പെട്ടു. ആരെ? കുട്ടിയെ. ആണോ? രമണനോ? എനിക്ക് ഇഷ്ടപ്പെട്ട അവനും ഇഷ്ടപ്പെടും. ബാക്കി കാര്യങ്ങളൊക്കെ വക്കീല് സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. സൂചിപ്പിച്ചു. ഞങ്ങൾക്കുള്ളതല്ല അവക്കുള്ളതാ. തുണിക്കിടയും താമസിക്കുന്ന വീടും ഇപ്പോഴേ അവിടെ പേർക്ക് എഴുതി വെച്ച് കഴിഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് വായിക്കരി ഇട്ട ശേഷമേ അവക്ക് സ്വന്തമായിട്ട് പെരുമാറാൻ പറ്റുക. അതിന് വലിയ താമസമില്ലല്ലോ. അല്ല, നന്നായിന്ന് പറയായിരുന്നു. പിന്നെ അവിടെ കഴുത്തിലും കാതിലും കുറച്ച് സ്വർണ്ണമുണ്ട്. അതുകൂടാതെ പണമോ പണ്ടമോ വേണമെന്ന് ഏത് എരപ്പാളി പറഞ്ഞാലും ഒരു പുല്ല് ഞാൻ കൊടുക്കൂല. 1-2 നല്ല തറവാട്ടിന്ന് ആലോചന വന്നപ്പോ പെണ്ണ് കാണാൻ പോലും ഞാൻ അവരെ വിളിച്ചില്ല. എന്തുകൊണ്ടാന്നറിയാവോ? സ്ത്രീധനം വേണമെന്നൊരു വാശി പിടിച്ചോണ്ടാ. അത് കുറ്റമല്ലയോ? എടോ പരമാനന്ദൻ നായര്. എടോ പരമാനന്ദൻ നായരെ, തന്റെ കയ്യിൽ നിന്ന് 1-2 ലക്ഷം രൂപ കിട്ടിയിട്ട് എനിക്ക് അവിടെ കഞ്ഞി വെക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ എന്റെ മോന് സ്ത്രീധനായിട്ട് എന്ത് കിട്ടീന് അവന്റെ കൂട്ടുകാർ ചോദിച്ചാൽ അവ ഊമയായിരിക്കാൻ പാടില്ലല്ലോ. അവൻ ഊമയായിരിക്കാൻ പാടില്ലല്ലോന്ന്. വീടും തുണിക്കട ഉണ്ടല്ലോ. മിണ്ടായിരിക്കടാ. കാരണന്മാരെ സംസാരിക്കുന്നിടത്ത് നിനക്കെന്ത് കാര്യം? അല്ല മുതലാളി, അപ്പൊ നമുക്കിതങ്ങ് ഉറപ്പിക്കല്ലേ? ഉറപ്പിക്കല്ലേ? പിന്നെ അല്ലാതെ 1 തരം 2 തരം 3 തരം. ഈ കല്യാണം ഒന്ന് ഉറച്ചു കിട്ടിയല്ലോ. ഈ കല്യാണം ആകെ കള്ളത്തരത്തിന്റെ പുറത്താ. അതാ എന്റെ പേടി. എടീ ശവമേ,
നമ്മൾ എന്ത് കള്ളത്തരം പറഞ്ഞെന്നാ? താമസിക്കുന്ന വീടും കട അവിടെ പേരിലാണെന്നല്ലേ പറഞ്ഞുള്ളൂ. അതുള്ളതല്ലേ? അതാ മാളികയാണെന്ന് പറഞ്ഞില്ലല്ലോ. കള്ളത്തരം മുഴുവൻ എഴുന്നള്ളിച്ചാൽ ഉണക്ക വക്കീലേ. ഞാൻ അങ്ങോട്ടാ കയറി ചെല്ലേണ്ടത്, അത് അച്ഛൻ മറക്കരുത്. നീ എന്റെ മോളല്ലേടി, അല്ലേ? ഉം. ആ, നിന്റെ തന്റെ ഇടത്തിലും ബുദ്ധിയിലും എനിക്ക് വിശ്വാസമുണ്ട്. ചെന്ന് കയറുന്നതിന്റെ അന്ന് തന്നെ തന്തയും മോനെ മൂക്കൊണ്ട് ഇട്ടാ വരപ്പിക്കണം. അപ്പൊ പിന്നെ പിടി നമ്മുടെ കയ്യിലിരിക്കും. ഒരു പെണ്ണ് വിചാരിച്ച എന്താ നടക്കാത്തത്? ഉദാഹരണത്തിന് നിന്റെ തള്ള ജട്ടിയുമായിട്ട് എന്നെ റോഡിൽ ഇറക്കിയില്ലേ? നീ ധൈര്യമായിട്ടിരി മോളെ. നീ ഇതിനകത്ത് എന്ത് ചെയ്യാ? കണ്ടില്ലേ, ചേട്ടന് വേണ്ടി അനിയൻ മണിയർ ഒരുക്കുന്നത് വിവാഹ ചരിത്രത്തിൽ ഇതാദ്യമായിട്ടായിരിക്കും. എന്നെ കെട്ടിക്കാൻ നീ ധീർതി കാണിച്ച എന്തിനാണെന്ന് എനിക്കറിയാം മോനെ. അച്ഛനും കൊടുക്കാൻ അത് ആർക്കറിയാൻ പാടത്തെ? ചില്ലി ചിക്കൻ. ചേട്ടന് പാൽ കുടിക്കാൻ നേരമായി. ചേട്ടത്തിന്റെ ഇടയിൽ പാലും കൊടുത്ത് ഞാൻ ഇങ്ങോട്ട് അയക്കാം. അപ്പ ഗുഡ് നൈറ്റേ. ബെസ്റ്റ് ഓഫ് ലക്ക്. പോടാ പോടാ. എന്റെ ഈശ്വര, എന്റെ മോള് വന്ന് കേറിയതല്ലേ ഉള്ളൂ. എന്റെ ശീലങ്ങളൊക്കെ എത്ര വേഗം മനസ്സിലാക്കിയത്. എന്നും രാത്രിയിൽ എനിക്ക് പാല് നിർബന്ധാണെന്ന് എന്റെ മോൾക്ക് പറഞ്ഞു തന്നു അല്ലേ? അയ്യോ അച്ഛാ, ഹായ്, മധുരം കൃത്യം. മോള് ചെന്ന് കിടന്നോളൂ കേട്ടോ. എന്ത് പറ്റി? പാലെവിടെ? പാല് കാള കുടിച്ചു. പാല് ക്രാവ് കുടിച്ചെന്ന് കേട്ടുണ്ട്. കാള കുടിച്ചെന്ന് കേൾക്കുന്നത് ആദ്യമാ. അല്ല, അതിന് ഇവിടെ എവിടുന്നാ കാള? ഈ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ ഒന്ന് നിങ്ങളുടെ അച്ഛൻ. അച്ഛന് അബദ്ധം പറ്റിയതായിരിക്കും. പിന്നെ അബദ്ധം. വിവാഹത്തിന്റെ അന്ന് രാത്രി ഭാര്യ ഭർത്താവിന്റെ മുറിയിലേക്ക് പാലും കൊണ്ട് പോകുമ്പോ അത് ആർക്കാ എന്തിനാണെന്ന് നിങ്ങളുടെ അച്ഛൻ അറിഞ്ഞൂടെ? അങ്ങേരും കെട്ടിയതാണല്ലോ. ഏതായാലും ഇതൊരു പ്രശ്നമാക്കണ്ട. മോൾ അടുക്കളയിൽ ചെന്ന് ഒരു ഗ്ലാസ് പാലും എടുത്തോണ്ട് പോരെ. ചെല്ലേ. അതിനെവിടെ ഇരിക്കുന്നു? ആകെ ഒരു ഗ്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. പോട്ട മോളെ. തന്നെ ആദ്യ രാത്രിയിലെ ചടങ്ങുകൾ തെറ്റിക്കാൻ എന്നെ കിട്ടത്തില്ല. പാല് കുടിച്ചിട്ട് മതി തൊടലും പിടിക്കലും ഒക്കെ. പൗർണമി മോളെ, ഇന്നത്തേക്കൊന്ന് ക്ഷമിക്ക്. നാളെ നമുക്ക് 2 ഗ്ലാസ് പാല് കുടിക്കാം. എന്റെ രാമനാരുടെ വീട്ടില് 2ാം ദിവസമാണ് ആദ്യ രാത്രി എന്ന് ഞാൻ അറിഞ്ഞില്ല. തന്നെ പാല് കൊണ്ട് വന്നിട്ട് മതി, ബാക്കിയല്ല. അതെ, ഞാൻ കാല് പിടിക്കാം. കാല് പിടിച്ചാലൊന്നും പശു പാല് തരില്ല. നമ്മൾ കറന്നെടുക്കണം. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കാല് പിടിക്കാം, നീ കറക്ക്. അല്ലാതെ കാല് പിടിക്കാൻ ഞാൻ എക്സ്പെർട്ട്. ചേട്ടൻ കറക്ക്, ഞാൻ കാല് പിടിക്കാം. ഇത് പശു തന്നെയല്ലേ? ഹേയ്, തന്റെ മൂക്കിന് എന്ത് പറ്റി? പച്ചമയ്ക്ക് ഫസ്റ്റ് നൈറ്റിലെ പാല് മസ്റ്റ് ആണോ? അല്ല, ചേട്ടത്തിക്ക് പാല് മസ്റ്റ് ആയതുകൊണ്ടാ എന്റെ മൂക്ക് ട്വിസ്റ്റ് ആയത്. കല്യാണ സൗഗന്ധികം തപ്പിപ്പോയ ഭീമസേന പോലും ഇത്രയും പീഡനം സഹിച്ചിട്ടുണ്ടാവില്ല. കണക്കായിപ്പോയി. എന്നാലും തന്റെ ചേട്ടന്റെ കല്യാണം താൻ എന്നെ അറിയിച്ചില്ലല്ലോ. സോറി, നമ്മുടെ കല്യാണം തീർച്ചയായിട്ടും ഞാൻ അറിയിക്കാം. നമ്മുടെ കല്യാണോ? അതെ, അത് ഞാനങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഇതാ ഈ ആണുങ്ങളുടെ ഒരു കുഴപ്പം. ഇഷ്ടമാണെന്നൊരു തമാശ പറഞ്ഞാ പിന്നെ പുറകെ കൂടിക്കോളും. കെട്ടണം, പിടിക്കണം. അയ്യേ, പിടിക്കലൊക്കെ കല്യാണം കഴിഞ്ഞിട്ടായാലും മതിയെന്നേ. അത്രയും സാവകാശം ഉണ്ടല്ലോ, സമാധാനമായി. അല്ലെങ്കിൽ ഞാനൊരു സമാധാന പ്രിയനെ. ഈ സ്പീഡിനേക്കാൾ എനിക്ക് ഇഷ്ടം സ്ലോ ട്രീറ്റ്മെന്റ്. എടോ മൊണ്ട ശിരോമണി, എന്തോ തന്നെ എനിക്ക് ഇഷ്ടമാണെന്ന് ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞതാ. കല്യാണോ തമാശക്ക് മതി. നമുക്കൊരു കുട്ടിയൊക്കെ ആയിട്ട് സീരിയസ് ആവാം പോരെ? മോഹം കൊള്ളാം. അബ്കാരി കോൺട്രാക്ടർ ബാലകൃഷ്ണ പണിക്കരുടെ മകളെ ഒരു ചായക്കടക്കാരന് കെട്ടിച്ചു കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? എന്താ കൊടുത്താല്? ചാരായത്തെക്കാൾ എന്തുകൊണ്ട് ഭേദമല്ലേ ചായ? ഇയാളോട് ഇതിനെപ്പറ്റി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതെ, എനിക്ക് ഈ പ്രേമലേഖനം എഴുതി കൈയക്ഷരം മോശമാക്കാൻ തീരെ താല്പര്യമില്ലാത്തോണ്ടാ മനസ്സിലുള്ളക്കാണ് തുറന്നു പറഞ്ഞത്. ബാക്കിയെല്ലാം പഞ്ചമിയുടെ ഇഷ്ടം. പിന്നെ ചേട്ടന്റെ കല്യാണത്തിന് വിളിക്കാത്തോണ്ട് പഞ്ചമിക്കുള്ള പങ്കായത്. എന്താ ഇതിനകത്ത്? ഇഷ്ടമുള്ള സാധനം തന്നെ, ചില്ലി ചിക്കൻ. താങ്ക് യു. സോറി. വണ്ടി 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 നിന്നെ പോലെ വഴി കിടത്തണാരാണ്? വിഘ്നേശ്വര.
ചായ വെച്ചിട്ടില്ലേ രമണ? എടാ രമേശ, കൊറേ നാളായി ഈ പടല കളഞ്ഞ് 1000 മേടിക്കുന്ന ആ ചെറ്റ കേൾക്കൂല. എടാ രമേശ, എടാ ഈ രമണൻ രമേശനൊക്കെ അവിടെ പോയി. മുതലാളിയല്ലേ പറഞ്ഞത് ഹോട്ടലിൽ പെയിന്റ് അടിക്കുന്നതുകൊണ്ട് രമേശോട് ഹോട്ടലിൽ പോയി കിടക്കാൻ. അപ്പൊ രമണനോ? രമണ്ടി ഇവിടെ അല്ലേ കിടക്കാൻ പറ്റുള്ളൂ. അതെന്താന്ന്? കല്യാണം കഴിഞ്ഞാ പിന്നെ പെണ്ണിന്റെ കൂടെ അല്ലാതെ ഹോട്ടലിൽ പോയി കിടക്കാൻ പറ്റുമോ ഈ മുതലാളിക്ക്? ഞാൻ ഒറ്റ വീക്കു ചെന്നുണ്ടല്ലോ തുറക്കാ.